നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. കേവലം വിനോദത്തിനായുള്ള ഒരു റിയാലിറ്റി ഷോ എന്നതിലുപരി ബിഗ് ബോസ് ഇന്ന് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റൽ സർവൈവൽ ഗെയിം എന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലും നിലപാടുകളിലുമുള്ള മനുഷ്യർ ഒരുമിച്ച് ജീവിക്കാൻ നിർബന്ധിതരാകുമ്പോൾ അവരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും സാമൂഹിക ചിന്തകളും പരസ്യമായി ഏറ്റുമുട്ടുന്നു എന്നതിലാണ് ഈ ഷോയുടെ പ്രസക്തി. വിനോദത്തിനപ്പുറം സ്ത്രീ പുരുഷ സമത്വം, LGBTQ+ അവകാശങ്ങൾ, മാനസികാരോഗ്യം, സാംസ്കാരിക മൂല്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പൊതു ചർച്ചകൾക്ക് വഴി തുറക്കാൻ ബിഗ് ബോസ് ഹൗസിലെ സംഭവ വികാസങ്ങൾ കാരണമാകാറുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മലയാള സിനിമയുടെ നെടുംതൂണായ മോഹൻലാലിന്റെ "ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ" എന്ന വാക്കുകളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും പ്രാധാന്യം നേടുന്നത്. മോഹൻലാലിന്റെ ഈ വാക്കുകൾ ചേർത്തുപിടിക്കലിന്റെയും അംഗീകാരത്തിന്റെയും ശക്തമായ പ്രഖ്യാപനമായി മാറിയിരിക്കുകയാണ്. "ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ" എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ പ്രേക്ഷകരുടെ മനസ്സ് തൊടാനും അതോടൊപ്പം LGBTQ വിഷയങ്ങളോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തെ സ്വാധീനിക്കാനും കെൽപ്പുള്ളതായിരുന്നു. അതൊരു വെറും വാക്കല്ലെന്ന് അടിവരയിട്ടുകൊണ്ട് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് മോഹൻലാൽ ആദിലയോടും നൂറയോടും പറഞ്ഞത് ഇങ്ങനെയാണ്: "ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നായിരുന്നു. എന്താണത്? ലാലേട്ടൻ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു. അതെ, നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്കും എനിക്കും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു ദിവസം ഉറപ്പായും കാണാം." മോഹൻലാലിന്റെ ഈ ക്ഷണം വ്യക്തിപരമായ അംഗീകാരത്തിനപ്പുറം ലൈംഗിക ന്യൂനപക്ഷങ്ങളെ പൊതുസമൂഹം തുറന്ന മനസ്സോടെ സ്വീകരിക്കണമെന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത്. മോഹൻലാൽ ലക്ഷ്മിയെ അഡ്രസ് ചെയ്ത രീതിയും ആദിലയെയും നൂറയെയും വീട്ടിലേക്ക് ക്ഷണിച്ച നടപടിയും തീർച്ചയായും മാതൃകാപരവും ധീരവുമായ ഒരു സാമൂഹിക നിലപാടായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമെന്നത് ഉറപ്പാണ്.